ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും മിസ്സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായാൽ, അതായത് പ്രോസ്പെക്ടസിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ എഴുതി ചേർത്താൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങളെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം പ്രോസ്പെക്ടസ് പറഞ്ഞാൽ പൊതുജനങ്ങൾ വായിക്കുന്ന സാധനമാണ്. അവ വായിച്ചിട്ട് ആ ഇൻവിറ്റേഷൻ വായിച്ചിട്ടാണ് ഈ കമ്പനി ഷെയർ എടുക്കണോ വേണ്ടയോ എന്ന് പൊതുജനങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ കമ്പനി ഷുഡ് ഫർണിഷ് ഓൾ ദ ഇൻഫർമേഷൻ ആക്യുറേറ്റ്ലി ഇൻ ദ പ്രോസ്പെക്ടസ്. വളരെ ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ പ്രോസ്പെക്ടസിൽ എഴുതി ചേർക്കാൻ പാടുള്ളൂ. കാരണം ദിസ് ഈസ് എ ബുള്ളറ്റിൻ ഓർ അഡ്വർടൈസ്മെൻറ്റ് വിച്ച് ഈസ് ഡിസ്ക്ലോസ്ഡ് ബിഫോർ ദ പബ്ലിക്കിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കുന്ന ഒരു പുസ്തകം അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റാണ് പ്രോസ്പെക്ടസ്. അതുകൊണ്ട് തന്നെ ആക്യുറേറ്റ് അല്ലാത്ത ഒരു കാര്യവും പ്രോസ്പെക്ടസിൽ എഴുതി ചേർക്കാൻ പാടില്ല. ഇഫ് ദ കമ്പനി improperly add something in the prospectus in order to attract the പബ്ലിക്കിനെ അനാവശ്യമായ രീതിയിൽ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ എഴുതി ചേർത്താൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? മീൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ പ്രോസ്പെക്ടസ്. ഓക്കെ, അപ്പോൾ അൺട്രൂ ആയിട്ടുള്ള ഒരു കാര്യവും മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരു കാര്യവും പ്രോസ്പെക്ടസിൽ എഴുതി ചേർക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചേർക്കുന്നതിനെ നമ്മൾ വിളിക്കുകയാണ് എന്ത്? മിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ് മീൻസ് അൺട്രൂ ഓർ അൺറിയൽ ഫാക്ട്സ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രോസ്പെക്ടസ്. അതിനെ വിളിക്കുന്നത് എന്ത്? അപ്പോൾ ഇങ്ങനെ മിസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രോസ്പെക്ടസിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി ചേർത്ത് കഴിഞ്ഞാൽ ആരൊക്കെയാണ് അതിന് ലയബിലിറ്റിയാണ്? മനസ്സിലായല്ലോ, ആരൊക്കെയാണ് അതിന് ബാധ്യസ്ഥര്? ചെയ്യാൻ പാടില്ലത് അഥവാ ചെയ്തു കഴിഞ്ഞാൽ ആർക്കൊക്കെതിരെ നടപടികൾ വരും? ഒന്ന് പേഴ്സൺ. അപ്പം പേഴ്സൺ ലയബിൾ ഫോർ മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ പ്രോസ്പെക്ടസ് ഒന്നാരാ? ഡയറക്ടർ, കമ്പനിയുടെ ഡയറക്ടർക്ക് ഇതിന് ബാധ്യതയുണ്ട്. മനസ്സിലായല്ലോ. അതുപോലെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കാമെന്ന് എഴുതി കൊടുക്കാത്ത ഒരാൾ. മനസ്സിലായല്ലോ. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഡയറക്ടറായിരുന്ന ആൾ ഡയറക്ടറായിട്ട് ഞാൻ പ്രവർത്തിച്ചു കൊള്ളാമെന്ന് എഴുതി സത്യവാങ്മൂലം കാര്യങ്ങളെല്ലാം കൊടുത്ത ഒരാൾ, അയാൾ മിസ് സ്റ്റേറ്റ്മെൻറ്റിന് അർഹനാണ്. ഇല്ലാത്ത കാര്യങ്ങൾ പ്രോസ്പെക്ടസിൽ എഴുതി ചേർത്താൽ അയാളും അതിന് ബാധ്യസ്ഥനാണ്. ഓക്കെ, പിന്നെ അതുപോലെ ഈ പ്രോസ്പെക്ടസ് എല്ലാം ഇറക്കിയതിന് ശേഷവും കമ്പനിയിൽ കുറച്ച് ടൈമെല്ലാം കഴിഞ്ഞ് ഡയറക്ടറായ ആൾക്കാരുണ്ടായിരിക്കും, അവരും ഇതിന് ബാധ്യസ്ഥരാണ്. കാരണം അവർ ഇതെല്ലാം പരിശോധിക്കണമായിരുന്നു. കമ്പനിയുടെ പ്രൊമോട്ടർ ബാധ്യസ്ഥനാണ്. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ ഓതറൈസ് ചെയ്ത് കൊടുക്കുന്ന ആളും ഇതിന് ബാധ്യസ്ഥനാണ്. മനസ്സിലായല്ലോ. ഇത് ഇഷ്യൂ ചെയ്യാൻ ഓതറൈസ് ചെയ്ത് കൊടുക്കുന്ന ആളും ബാധ്യസ്ഥനാണ്. അതുപോലെ നമ്മൾ പറയില്ല എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയനൊക്കെ പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞല്ലോ. എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രത്തിലും അല്ലെങ്കിൽ പ്രൊജക്റ്റിൻ്റെ അനാലിസിസിലൊക്കെ ബുദ്ധിയുള്ള ആളുകളുണ്ടായിരിക്കും, വളരെ കഴിവുള്ള ആൾക്കാർ. അപ്പോൾ നമ്മളിപ്പം ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റുമാർ എന്ന് പറയുന്ന ആൾക്കാരോടൊക്കെയാണ് ഉപദേശങ്ങൾ തേടുക. ബിഫോർ ഇൻവെസ്റ്റിംഗ് ഇൻ എ പർട്ടിക്കുലർ പ്രൊജക്റ്റ് നമ്മളെപ്പോഴും ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റിൽ പൈസ നിക്ഷേപിക്കുന്നതിന് മുന്നേ ഫൈനാൻഷ്യൽ കൺസൾട്ടൻറ്റുമാർ പോലെയുള്ള എക്സ്പേർട്ടായ ആളുകളുണ്ട്, അവരുടെ ഒപ്പീനിയൻ തേടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ പ്രോസ്പെക്ടസിൽ എക്സ്പേർട്ടായിട്ട് ഒപ്പീനിയൻ കൊടുത്ത ആളുകൾക്കെതിരെയും അവരും ഈ പ്രോസ്പെക്ടസിൽ മിസ് സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ ബാധ്യസ്ഥരാണ്. ഓക്കെ, ഇനി ഇങ്ങനെയൊരു മിസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രോസ്പെക്ടസിൽ വരികയാണെങ്കിൽ വന്നുപോയി, ഇനി അതിനെന്തൊക്കെ പരിഹാര മാർഗ്ഗങ്ങൾ എന്നാണ് ചോദിക്കുക. മനസ്സിലായല്ലോ. റെമഡീസ് ഫോർ മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ് ആണ്. നമ്മൾ ഈ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആൻഡ് റെമഡി പഠിച്ചില്ല, അതുപോലെ മിസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രോസ്പെക്ടസിൽ ചേർക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് പരിഹാര മാർഗ്ഗങ്ങൾ? അപ്പം കമ്പനിക്കെതിരെ റെമഡിയുണ്ട്. ഓക്കെ, റെമഡീസ് എഗെയിൻസ്റ്റ് ദ കമ്പനിക്കെതിരെ റെമഡിയുണ്ട്. അത് ഒന്നാമത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ക്യാൻസൽ ദ കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റ് നമുക്ക് ക്യാൻസലാക്കാൻ പറ്റും. പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കമ്പനിയുമായിട്ടുള്ള കോൺട്രാക്റ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസലാക്കാൻ പറ്റും. ഓക്കെ,
അതുപോലെ ഇങ്ങനെയുള്ള ഡാമേജിന് നമുക്ക് പോകാൻ പറ്റും. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ക്യാൻസലേഷൻ ഡാമേജൊക്കെ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൽ പഠിച്ചതാണ്. അതുപോലെ ഇവിടെയും നമുക്ക് ഡാമേജിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാൻ പറ്റും. ഇപ്പോൾ അന്തവും കുന്തവും പ്രോസ്പെക്ടസിൽ സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ എഴുതി ചേർത്തു. ആ പ്രോസ്പെക്ടസ് വായിച്ച ഞാൻ ആ കമ്പനിയിൽ ഷെയർ എടുക്കുകയാണെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും, കമ്പനിക്കെതിരെ ഡാമേജിന് പോകാം. ഡാമേജ് എന്ന് പറഞ്ഞാൽ മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ് കിട്ടണമെന്ന് പറഞ്ഞ് പോകാം. ഓക്കെ, അപ്പോൾ വി ക്യാൻ സ്യൂട്ട് ഫോർ ഡാമേജസ്. ഓക്കെ, പിന്നെ ഡയറക്ടർക്കെതിരെയും പ്രൊമോട്ടർക്കെതിരെയും എക്സ്പേർട്ടിനെതിരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്കെതിരെ നമുക്ക് കേസ് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ കോൺട്രാക്റ്റുകളെല്ലാം ക്യാൻസലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ട് കമ്പനിക്കെതിരെയുള്ള റെമഡി കോൺട്രാക്റ്റ് ക്യാൻസലാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഫ്രോഡായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഡാമേജ് ക്ലെയിം ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ. പിന്നെ രണ്ടാമത് നമുക്ക് ഡയറക്ടേഴ്സിനെതിരെ റെമഡിയുണ്ട്, പ്രൊമോട്ടർക്കെതിരെ റെമഡിയുണ്ട്, എക്സ്പേർട്ടുകൾക്കെതിരെയും റെമഡിയുണ്ട്. ഇതാണ് നമുക്ക് റെമഡി ഉള്ളത്. ഇനി ഇതിൻ്റെ ലയബിലിറ്റി എന്തൊക്കെയാണ്? മിസ്സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ശിക്ഷകൾ അല്ലെങ്കിൽ ലയബിലിറ്റി, ബാധ്യതകൾ? അപ്പോൾ രണ്ട് തരം ലയബിലിറ്റിയാണ് ഉള്ളത്. സിവിൽ ലയബിലിറ്റിയുണ്ട്, ക്രിമിനൽ ലയബിലിറ്റിയുണ്ട്. മനസ്സിലായല്ലോ. മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഉള്ള പ്രോസ്പെക്ടസ് ഇറക്കി, ഇത് വായിച്ച പബ്ലിക് ഷെയർ വാങ്ങി, അവർക്കറിയില്ല, അവരത് ഷെയറെല്ലാം വാങ്ങി, അവരുടെ പൈസ നഷ്ടപ്പെടുകയാണെങ്കിൽ ആരാണോ അത് ചെയ്തത് അവർക്കെതിരെ അവർക്ക് സിവിൽ ലയബിലിറ്റി ഉണ്ട്, ക്രിമിനൽ ലയബിലിറ്റി ഉണ്ട്. സിവിൽ ലയബിലിറ്റി പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താ, പെനാൽറ്റി കൊടുത്ത് രക്ഷപ്പെടുന്നതാണ് സിവിൽ ലയബിലിറ്റിയിൽ വരിക. പൈസ അവർക്ക് സിവിൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾക്ക് ആ പണം നഷ്ടപ്പെട്ട ആൾക്ക് അതിൻ്റെതായ പണമോ കാര്യങ്ങളോ കൊടുത്തിട്ട് ഒത്തുതീർപ്പാക്കുക, അതാണ് സിവിൽ ലയബിലിറ്റി. ക്രിമിനൽ ലയബിലിറ്റി പറഞ്ഞാൽ എന്താണ്, പണം കൊടുക്കുക മാത്രമല്ല ജയിലിലും പോയി കിടക്കേണ്ടി വരും. അതാണ് എന്ത് പറയുന്നത്, ക്രിമിനൽ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ സിവിൽ ലയബിലിറ്റി ഉണ്ട്, ക്രിമിനൽ ലയബിലിറ്റി ഉണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അൺട്രൂ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഫർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിമിനൽ ലയബിലിറ്റിക്ക് ബാധ്യസ്ഥനാണ്. ദ അഗ്രീവ്ഡ് പാർട്ടി മേ ക്ലെയിം ഫോർ ഇംപ്രിസൺമെൻറ്റ് ടു ദ, ആരൊക്കെ പറഞ്ഞപ്പോൾ ഡയറക്ടർ ആയാലും പ്രൊമോട്ടർ ആയാലും അവർക്ക് ക്രിമിനലി ബാധ്യതയാണ്, അവർ ചിലപ്പം ജയിലിൽ കൊണ്ടുപോയിടേണ്ടി വരും. ഓക്കെ, അപ്പോൾ പരീക്ഷ ചോദിക്കും, പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ലയബിലിറ്റി? രണ്ട് തരം ലയബിലിറ്റി ഉണ്ട്, സിവിൽ ലയബിലിറ്റി ഉണ്ട്, ക്രിമിനൽ ലയബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി പറഞ്ഞുതരാം. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. ഫങ്ഷൻസ് ഓഫ് എ പ്രൊമോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്കവറി ഓഫ് ഐഡിയ, ഡീറ്റെയിൽ ഇൻ അസംബ്ലിംഗ് ഓഫ് റിസോഴ്സ്, ഓൾ ഓഫ് ദീസ്. അപ്പോൾ ആൾ ഓഫ് ദീസ് ആണ് അല്ലേ. ഒരു പ്രൊമോട്ടർ എന്ത് ചെയ്യും, ഐഡിയ കണ്ടുപിടിക്കും, ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തും, പിന്നെ എല്ലാ റിസോഴ്സും അസംബിൾ ചെയ്യും. ഓക്കെ, പിന്നെ സെക്കൻഡ് ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി ഈസ് ടു പ്രിപ്പയർ എ ഡോക്യുമെൻറ്റ് കോൾഡ് മെമ്മോറാണ്ടം, ആർട്ടിക്കിൾ, പ്രോസ്പെക്ടസ്, സ്റ്റേറ്റ്മെൻറ്റ് ഇൻ വ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. ഫസ്റ്റ് ഡോക്യുമെൻ്റ് ഏതാണ്? മെമ്മോറാണ്ടം അല്ലേ. ഉത്തരം മെമ്മോറാണ്ടം എന്നാണ്. മനസ്സിലായല്ലോ. അതുപോലെ ക്യാപിറ്റൽ ക്ലോസ് എന്താ പറയുന്നത്, ലയബിലിറ്റി ഓഫ് ദ കമ്പനി, ഒബ്ജക്റ്റ് ഓഫ് ദ കമ്പനി, സിമ്പിൾ ക്യാപിറ്റൽ ക്ലോസ് എന്താ പറയുക, ലയബിലിറ്റി അല്ല പറയുക, ലയബിലിറ്റി ക്ലോസാണ് പറയുക. ഒബ്ജക്റ്റ് ക്ലോസ് ആണ് ഒബ്ജക്റ്റ് എന്താണെന്ന് പറയുക, ക്യാപിറ്റൽ ഓഫ് ദ കമ്പനിയാണ് ക്യാപിറ്റൽ ക്ലോസ് പറയുക. ഇതൊന്നും പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിക്കില്ല കേട്ടോ, എളുപ്പമാണ്. മെമ്മോറാണ്ടം ഈസ് ഗവേൺഡ് ബൈ കമ്പനീസ് ആക്ട്, സെബി ആക്ട്, മിനിമം വേജസ് ആക്ട്, നൺ ഓഫ് ദീസ്. ഏത് ആക്റ്റാ? കമ്പനീസ് ആക്ട് ആണ് അല്ലേ. മെമ്മോറാണ്ടം ഈസ് ഗവേൺഡ് ബൈ കമ്പനീസ് ആക്ട്. ഇനി ആർട്ടിക്കിളിൻ്റെ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആർട്ടിക്കിളിൻ്റെ സെക്ഷൻ പറയുന്നത് സെക്ഷൻ 5 സബ്സെക്ഷൻ 1 ആണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിച്ചേക്കാം. ആർട്ടിക്കിളിൻ്റെ സെക്ഷൻ 5 സബ്സെക്ഷൻ 1, 5 എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ 1 എന്ന് ഇടുക.
പിന്നെ ഒരു കമ്പനി ക്യാൻ ആൾട്ടർ ഇറ്റ്സ് ആർട്ടിക്കിൾ, കമ്പനിയുടെ ആർട്ടിക്കിൾ നമുക്ക് ആൾട്ടർ ചെയ്യാൻ പറ്റും. എങ്ങനെ? സ്പെഷ്യൽ റെസൊല്യൂഷൻ, ഓർഡിനറി റെസൊല്യൂഷൻ, നൺ ഓഫ് ദീസ്. മനസ്സിലായല്ലോ? എന്നുവെച്ചാൽ എന്താ? സ്പെഷ്യൽ റെസൊല്യൂഷൻ വഴി നമുക്ക് ആർട്ടിക്കിൾ ആൾട്ടർ ചെയ്യാൻ പറ്റും. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എന്തൊന്നും വാങ്ങണ്ട, അപ്രൂവലൊന്നും വാങ്ങണ്ട. പക്ഷേ മെമ്മോറാണ്ടം ആണെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലും വാങ്ങണം. ആർട്ടിക്കിൾ നമുക്ക് എങ്ങനെയാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ വഴി ആൾട്ടർ ചെയ്യാം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലൊന്നും ആവശ്യമില്ല. എ പബ്ലിക് കമ്പനി മേ ഇഷ്യൂ സെക്യൂരിറ്റി ടു ദ പബ്ലിക് ത്രൂ പ്രോസ്പെക്ടസ്, മെമ്മോറാണ്ടം, ആർട്ടിക്കിൾ, നൺ ഓഫ് ദീസ്. ഏത് വഴിയാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുക? സിമ്പിളാണ്, പ്രോസ്പെക്ടസ്. പബ്ലിക് കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ഏത് വഴിയാണ്? പ്രോസ്പെക്ടസ് വഴിയാണ്. മനസ്സിലായല്ലോ? പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പേർട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രോസ്പെക്ടസ് ആർ മെൻഷൻഡ്. അവരുടെ സെക്ഷൻ എത്രയാണ്? എക്സ്പേർട്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സെക്ഷൻ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, പക്ഷേ ഒന്ന് ഓർത്ത് വയ്ക്കണം. അപ്പോൾ കുറച്ച് പരീക്ഷയ്ക്കൊക്കെ ചിലപ്പം കുറേ കഴിയുമ്പോഴും ഓർമ്മ ഉണ്ടാവില്ല, എന്നാലും ഓർത്ത് വെച്ചാൽ നന്ന്. 26 സബ്സെക്ഷൻ 5 കേട്ടോ. എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ ഏത് സെക്ഷനിലാണ് പറഞ്ഞിരിക്കുന്നത്? 26 സബ്സെക്ഷൻ 5. ഇതൊക്കെയാണ് ഇതിൻ്റെ എന്ത് ഒബ്ജക്റ്റീവ് ടൈപ്പ്. പിന്നെ ഷോർട്ട് ആൻസർ ഉണ്ട്. ആർട്ടിക്കിൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഡോക്ട്രിൻ ഓഫ് ഇൻഡോർമെൻറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, ആർട്ടിക്കിൾ എങ്ങനെ ആൾട്ടർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഷെൽഫ് പ്രോസ്പെക്ടസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ഇപ്പം ഷെൽഫ് പ്രോസ്പെക്ടസ് എന്താണെന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പറയാം. ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസ്പെക്ടസിൻ്റെ പോലെയുള്ള വേറൊരു വേർഡാണ് ഷെൽഫ് പ്രോസ്പെക്ടസ്. അതായത് ഒരു കമ്പനിയുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ ക്ലാസ് ഓഫ് സെക്യൂരിറ്റീസ് ഒന്നോ അതിൽ കൂടുതലോ ആളുകൾക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പ്രോസ്പെക്ടസ് അല്ല ഇഷ്യൂ ചെയ്യുക, ഷെൽഫ് പ്രോസ്പെക്ടസ് ആണ് ഇഷ്യൂ ചെയ്യുക. സംഭവം ഒരേപോലെ തന്നെയാണ്, പക്ഷേ വേർഡ് മാറിയെന്ന് മാത്രം. അപ്പോൾ ഷെൽഫ് പ്രോസ്പെക്ടസ് മീൻസ് എ പ്രോസ്പെക്ടസ് ഇൻ റെസ്പെക്റ്റ് ഓഫ് വിച്ച് ദ സെക്യൂരിറ്റീസ് ഓർ ക്ലാസ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻക്ലൂഡഡ് therein ആർ issued ഫോർ സബ്സ്ക്രിപ്ഷൻ ഇൻ വൺ ഓർ മോർ ഇഷ്യൂസ് ഓവർ എ സർട്ടൈൻ പീരീഡ്. മനസ്സിലായല്ലോ? ഒരു പ്രത്യേക പീരീഡിൽ ഒന്നിൽ കൂടുതൽ ഇഷ്യൂകൾ നമ്മൾ നടത്തുകയാണെങ്കിൽ, ഒന്നോ അതിൽ കൂടുതലോ ഇഷ്യൂകൾ ഒരു പ്രത്യേക പീരീഡിൽ നമ്മൾ നടത്തുകയാണെങ്കിൽ നമ്മൾക്ക് എപ്പോഴെപ്പോഴും പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട, പകരം എന്തുപയോഗിക്കാം? ഷെൽഫ് പ്രോസ്പെക്ടസ് ഉപയോഗിക്കാം. ഓക്കെ. അതാണ് ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം അതാണ്. ഇനി പിന്നെ മെമ്മോറാണ്ടം അതിൻ്റെ ക്ലോസുകൾ എന്താണെന്ന്, ആർട്ടിക്കിൾ അതിൻ്റെ കണ്ടൻസ് ഒക്കെയാണ്. അപ്പം ഇതാണ് ഈ പാഠത്തിലുള്ളത്. മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് വഴി ചോദിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തെ കാര്യങ്ങൾ ഓക്കെയാണ്.